ഈ താങ്ക്സ് കാർഡിൽ പല കാലഘട്ടത്തിലെ ടൈറ്റിൽ കാർഡുകളുടെ തീം ഉപയോഗിച്ചേക്കണം. അത് ശരിക്കും ഈ ഇന്നാക്കുന്നതിന് ഭയങ്കരമായിട്ട് പ്രേക്ഷകരെ ഫ്രഷ്നസ് ഉണ്ടാക്കുന്നുണ്ട്. അത് ആരുടെ ഐഡിയ ആയിരുന്നു അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാം? അതുമാത്രമല്ല സിനിമയുടെ സങ്കേതങ്ങളെ നാടകവും തുടങ്ങിയ സങ്കേതങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുക ആൾക്കാരും ഒരു ആക്ടർ കഥ പറയുന്ന സമയത്ത് അങ്ങനെ ഉള്ള രീതിയിൽ കഥ പറയുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നിയിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി ആ ഈ ടൈറ്റിൽ കാർഡൊക്കെ ഡെഫിനറ്റ്ലി അത് ടീം തന്നെയാണ്. എല്ലാ സിനിമയിലും ബന്ധപ്പെട്ട എല്ലാ സിനിമയിലും കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ സജീവമാണുള്ളതിന്റെ ഏറ്റവും വലുതാണ് ചെയ്ത് ഹായ് ഐ ആം ടോണി ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളിലും അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുള്ളതാണ്. എനിക്ക് സപ്പോർട്ട് തന്ന ആൾക്കാരെല്ലാവർക്കും തന്നെ സൗകര്യം എല്ലാവരും പടം ആരംഭിക്കുമ്പോൾ തൊട്ട് തന്നെ ഈ ആക്ടേഴ്സ് തമ്മിൽ വലിയൊരു ബോണ്ടുണ്ട്. സുഹൃത്തുക്കളിൽ നിന്ന് എങ്ങനെയാ ലെനിൻ ഭയങ്കര വ്യത്യസ്തരായിട്ട് നിൽക്കണം? അല്ല, ലെനിൻ സുഹൃത്തിനേക്കാളുപരി അയാള് സുഹൃത്താണ്. പക്ഷെ അയാൾക്ക് അറിയാം അയാള് പുള്ളിയുടെ അസിസ്റ്റന്റ് ആണ്, പിന്നെ ഒരു വലിയ ഫാൻ ബോയ് ആണ്. അപ്പോ എല്ലാം ചിലപ്പോ നേരെ വിട്ടു തോന്നുന്ന ആദ്യമേ പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ഇന്നത്തെ ചോദിച്ചാൽ അപ്പൊ സത്യമേ പറയൂ, ലെനിൻ സത്യമേ പറയൂ. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അല്ലാതെ മറ്റേ പ്രോപ്പർ ഒരു സുഹൃത്ത് എപ്പോഴും എന്ത് കാര്യം വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല ലെനിൻ. നമ്മുടെ ഏറ്റവും വലിയ സ്റ്റാറുകൾ ഏറ്റവും നല്ല ആക്ടേഴ്സും കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഇതിന് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ എപ്പോഴും പക്ഷേ ആക്ടർ എന്നുള്ളത് തന്നെയാണ് മുകളിൽ നിൽക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.